നീലേച്ചി, നീലേച്ചി. ആരായി? നീയാണോ? എന്താ രുക്മിണി, എന്താടി? മോൾക്ക് എങ്ങനെയുണ്ട്? എന്താടി? എന്താ ചേച്ചി? എന്റെ മോള് അവൾക്ക് എന്താ പറ്റിയെന്ന് പറ. അവൾക്ക് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം. ഇല്ലെങ്കിൽ എന്റെ മോള്. എന്റെ ഈശ്വര, അത്രയ്ക്ക് പറ്റിയോ? കാശ് അടിച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യില്ല. സർക്കാർ ആശുപത്രിയിൽ എന്തിനാ കാശ്? സർക്കാർ ആശുപത്രി എടുത്തില്ല. ഇപ്പൊ വർഗീസ് ഡോക്ടർ ആശുപത്രിയില്ല. ഈശ്വര, ഓപ്പറേഷൻ 2000 രൂപ കെട്ടിവെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ എന്നെ സഹായിക്കണം. പോകാൻ എനിക്ക് മറ്റൊരിടവും ഇല്ല. എന്നെ കൈവിടരുത്. എന്റെ മോളുടെ ജീവന് വേണ്ടിട്ടാണ് ഞാൻ യാചിക്കുന്നത്. അതിനിപ്പോ ഇത്രയും വലിയ തുക എന്ന് പറഞ്ഞാ അങ്ങനെ പറയരുത്. എനിക്ക് മറ്റാരുമില്ല. എന്റെ മോളെ രക്ഷിക്കണം. എന്നെ കൈവിടലെന്ന് പറയ ചേച്ചി. എന്നെ ഒന്ന് സഹായിക്കാൻ പറ ചേച്ചി. ഞാൻ പറഞ്ഞാലൊന്നും അങ്ങനെ കേക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും പൈസയുടെ കാര്യം ഞാൻ എങ്ങനെ പറയാനാ? എങ്ങനെ ഞാൻ കടം വീട്ടിക്കൊള്ളാം. എത്ര പലിശ വേണമെങ്കിലും തരാം. എനിക്ക് പൈസ തന്ന് സഹായിക്കണം. നീ എന്തായി കാണിക്കുന്നേ? എഴുന്നേക്ക് എഴുന്നേക്ക്. ദാ നീ ചോദിച്ച പൈസ. ഈ കാശ് നിനക്ക് ഞാൻ തരാം. പലിശ മുതലൊന്നും വേണ്ട. തിരിച്ചറിയാൻ നിന്നെ കൊണ്ട് പറ്റത്തുമില്ല. പക്ഷെ പറ ചേച്ചി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവനെ നീ ഞങ്ങൾക്ക് തന്നേക്ക്. ഞങ്ങൾക്ക് ഇനി കുട്ടികളുണ്ടാവില്ല. സ്വന്തം കുട്ടിയെ പോലെ ഞങ്ങൾ ഇവനെ കണ്ടേക്കുന്ന. അതുകൊണ്ട് ഇവനെ ഞങ്ങൾക്ക് വേണം. ലീല, നീ എന്തായി പറയുന്നേ? കഷ്ടപ്പാടും ദുരിതവും ഇല്ലാതെ നിനക്ക് ഇവനെ വളർത്താൻ പറ്റുമോ? അങ്ങനെ പറയല്ലേ ചേച്ചി. എന്റെ മോൻ, ഇവനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇവനെ എനിക്ക് തന്നേക്ക്. പറയുന്നൊന്ന് കേക്ക് രുക്മിണി. നീ ആ കാശ് വാങ്ങ്. സമയം വൈകിയാ പിന്നെ ഈ കാശ് കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാണ്ട് വരും. നീ കാശ് വാങ്ങിച്ച് ആ കൊച്ചിനെ പോയി രക്ഷിക്കാൻ നോക്ക്. ചെല്ല്, വേഗം ചെല്ല്. ചെല്ല്. പിന്നെ ഒരു കാര്യം, മേലാൽ ഇവന്റെ കാര്യത്തിൽ ഒരു അവകാശം പറഞ്ഞ് നീ ഇനി ഇവിടെ വരാൻ പാടില്ല. നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? ആ കിടക്കുന്നത് നിങ്ങളുടെ കുട്ടി തന്നെയല്ലേ? എന്ത് ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളത്? പൈസയ്ക്ക് വേണ്ടി പോയതാ സിസ്റ്റർ. ഇനി എന്തിനാ കാശ്? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. കുട്ടി മരിച്ചുപോയി. മോളെ, 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 മോളെ. അതെ, ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. പുറത്തേക്ക് പോയേ. ആ പുറത്തേക്ക് പോ. മോള് പോയേ. ചെല്ല് ചെല്ല്, പോ പോ, ചെല്ല്. പോവാനല്ലേ പറഞ്ഞേ? പോ, പോയേ. പോ 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 പോ.
കുട്ടിയുടെ ബോഡി ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എത്രയും വേഗം കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യണം. എങ്ങോട്ടാ എന്റെ മോളെ കൊണ്ടുപോകേണ്ടത്? എന്റെ കുഞ്ഞിന് വേണ്ടി ഒരു തരി മണ്ണ് പോലും ഇല്ല. ഞങ്ങൾക്ക് ആരുമില്ല. എന്നാ പിന്നെ മുനിസിപ്പാലിറ്റി വരെ അറിയിക്കാം, അല്ലേ ഡോക്ടറെ? അതെന്തിനാണോ? ഇത് വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമല്ലേ. ആ കുട്ടിയുടെ ഡെഡ് ബോഡി ഇവിടുത്തെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കാൻ പറയേ. അങ്ങനെ കിട്ടുന്ന പണം അവർക്കൊരു സഹായമാവട്ടെ. ആ സ്ത്രീ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് സാറേ. ഫെയ്റ്റ് സഹതപിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാ? അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. സമ്മതിക്കുകയാണെങ്കിൽ ഫർദർ നടപടികൾ നമുക്ക് ചെയ്യാം. ഓക്കെ?